കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്നും നമ്മള് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഇതേറെ പ്രശസ്തമായ ഒരു കഥയാണ് കേട്ടോ. ഈ കഥയുടെ പേര് ദ നൈറ്റ് ബിഫോർ ക്രിസ്മസ്, ക്രിസ്മസിന്റെ തലേനാൾ രാത്രി. ക്ലെമന്റ് സി മൂർ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു നല്ല ക്രിസ്മസ് കഥ, ഒരു കുഞ്ഞു കഥയാണ് ഇന്ന് നമ്മള് പറയാൻ പോകുന്നത്. അത് ക്രിസ്മസിന്റെ തലേന്ന് രാത്രിയായിരുന്നു. എല്ലായിടവും നിശബ്ദം. ഒരു ചുണ്ടലി പോലും അനങ്ങുന്നില്ല. സൂചി വീണാൽ പോലും കേൾക്കാൻ പറ്റുന്നത്ര നിശബ്ദത. ചിമ്മിനിയുടെ അടുത്തായി സ്റ്റോക്കിങ്ങുകൾ തൂക്കിയിട്ടിരിക്കുന്നു. വളരെ ശ്രദ്ധയോടെ. ഇന്നാണ് സാന്താക്ലോസ് അപ്പൂപ്പൻ, സെയിന്റ് നിക്കോളാസ്, കുട്ടികൾക്കുള്ള ക്രിസ്മസ് സമ്മാനവുമായി എത്തുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പേരെഴുതി സ്റ്റോക്കിങ്സ് തൂക്കിയിട്ടിട്ടില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ സമ്മാനമൊന്നും കിട്ടില്ല. അതുകൊണ്ട് കുട്ടികളെല്ലാവരും സ്റ്റോക്കിങ്സിൽ പേരെഴുതി ചിമ്മിനിയുടെ അടുത്ത് ഭദ്രമായി തൂക്കിയിടും. ഇനി എന്തിനാണ് ചിമ്മിനിയുടെ അടുത്ത് തൂക്കിയിടുന്നത്? കാരണം അപ്പൂപ്പൻ ചിമ്മിനിക്കുള്ളിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഞങ്ങൾ കുട്ടികളെല്ലാവരും പുതച്ചു മൂടി ഉറക്കമായിരുന്നു. അച്ഛനും അമ്മയുമോ? അവരും ഉറക്കം തന്നെ. നല്ല തണുപ്പുള്ള സമയമാണല്ലോ. എല്ലാവരും മൂടി പുതച്ച് ഉറങ്ങുകയാണ്. അപ്പോഴാണ് ഒരു ശബ്ദം. ആകെ ഒരു കലപില, ഒരു ബഹളം. ഞാൻ കട്ടിലിൽ നിന്നും ഇറങ്ങി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഞ്ഞുകാലമാണെങ്കിലും ആകാശത്തിൽ അമ്പിളിമാമനെ കാണാം കേട്ടോ. അമ്പിളിമാമന്റെ വെളിച്ചത്തിൽ വീടുകളും മരങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴതാ അങ്ങാക്കല്ലേ ആകാശത്തിൽ ഒരു ചെറിയ സ്ലേ. സ്ലേ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ക്രിസ്മസ് അപ്പൂപ്പന്റെ വാഹനം. സ്ലേ എന്റെ വീടിനടുത്തേക്ക് വേഗത്തിൽ വരുന്നു. 1, 2, 3, 4, 5, 6, 7, 8. ഓ, ഇത് തന്നെ സാന്റാക്ലോസിന്റെ സ്ലേ. 8 റെയിൻഡിയറുകൾ ഓടിക്കുന്ന സ്ലേ. അതിനുള്ളിൽ അതാ സാന്റാക്ലോസ് അപ്പൂപ്പൻ. അവരുടെ കടിഞ്ഞാൺ അപ്പൂപ്പന്റെ കയ്യിലാണ്. അദ്ദേഹമാണ് അവരെ നിയന്ത്രിക്കുന്നത്. ഹോ ഹോ ഹോ, അപ്പൂപ്പന്റെ ശബ്ദം. സാന്റാക്ലോസ് അപ്പൂപ്പൻ അവരുടെ പേര് വിളിക്കുന്നു. അതെനിക്ക് കേൾക്കാം. റെയിൻഡിയറുകളുടെ പേരെന്താണെന്നറിയാമോ? ഡാഷർ, ഡാൻസർ, പ്രാൻസർ, കോമറ്റ്, വിക്സൺ, ക്യൂപിഡ്, ഡോണ്ടർ, ബ്ലിറ്റ്സൺ. സാന്റാക്ലോസ് അപ്പൂപ്പൻ ഈ പേരുകൾ ഇങ്ങനെ ഉറക്കെ വിളിക്കാണ്. ഡാഷർ, ഡാൻസർ, പ്രാൻസർ, കോമറ്റ്, വിക്സൺ, ക്യൂപിഡ്, ഡോണ്ടർ, ബ്ലിറ്റ്സൺ. അപ്പോഴവരതാ ആ സ്ലേയുമായി വേഗത്തിൽ എന്റെ വീടിനടുത്തേക്ക് വരുന്നു. ഒരു സ്ലേ നിറയെ കളിപ്പാട്ടങ്ങളുമായി. ആ ശബ്ദം എന്റെ വീടിന്റെ മുകളിൽ ഇപ്പോൾ കേൾക്കാം. ഹോ ഹോ ഹോ, സാന്റാക്ലോസ് അപ്പൂപ്പൻ എന്റെ വീടിന് മുകളിൽ കളിപ്പാട്ടങ്ങളുമായി വന്നിറങ്ങിയിരിക്കുന്നു. ഞാൻ ഓടി ചിമ്മിനിയുടെ അടുത്ത് ചെന്ന് മറഞ്ഞു നിന്നു. അദ്ദേഹം ഇനി ഏത് നിമിഷവും ചിമ്മിനിയിലൂടെ വീടിനുള്ളിലെത്തും. ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴുണ്ട് സാന്റാക്ലോസ് അപ്പൂപ്പൻ ചിമ്മിനിയിലൂടെ വരുന്നു. ചുവന്ന കുപ്പായം, തിളങ്ങുന്ന കണ്ണുകൾ, ചെറി പോലത്തെ മൂക്ക്, മഞ്ഞു പോലെ വെളുത്ത താടി, കൂട വയറ്. ഹോ, അദ്ദേഹം ഹോ 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 എന്ന് ചിരിക്കുമ്പോൾ വയറ് ജെല്ലി പോലെ കുലുങ്ങുന്നു. എനിക്കിത് കണ്ടപ്പോൾ ചിരി വന്നു. പക്ഷേ ഞാൻ ചിരി അടക്കി പിടിച്ചു. ഇല്ലെങ്കിൽ എന്റെ ശബ്ദം കേട്ട് അപ്പൂപ്പൻ തിരിച്ചു പോയാലോ? അത് വേണ്ട.
അപ്പൂപ്പൻ പെട്ടെന്ന് തന്റെ ബാഗിൽ നിന്നും സമ്മാനങ്ങൾ എടുത്തു, ഞങ്ങളുടെ സ്റ്റോക്കിങ്സിൽ നിറച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതാ ചിമ്മിനിയിലൂടെ മുകളിലേക്ക് കയറി. ഞാൻ വീണ്ടും ഓടി ജനലിനടുത്തെത്തി. അപ്പോഴതാ 8 റെയിൻഡിയറുകളെ പൂട്ടിയ സ്ലേയിൽ അപ്പൂപ്പൻ തിരികെ പോകുന്നു. ആകാശത്തിലൂടെ തിരികെ പോകുന്നു. ഹോ ഹോ ഹോ! മെറി ക്രിസ്മസ് all and all and all and all and all. ക്രിസ്മസ് അപ്പൂപ്പൻ അങ്ങ് അകലേ മാഞ്ഞു മാഞ്ഞു പോയി. കുഞ്ഞുമണികളെ, എല്ലാവരും കഥകൾ കേട്ടല്ലോ അല്ലേ? നമ്മുടെ ക്രിസ്മസ് കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനിയും കഥകളുമായി കാണാം. Wishing you all a very Merry Christmas and a Happy New Year. വീണ്ടും കഥകളുമായി നമുക്ക് കാണാം.